വികസന മുരടിപ്പിന്റെ 4 വർഷം ജനവിരുദ്ധ നഗരസഭയ്ക്കെതിരെ UDF ജനകീയ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ വികസന യാത്രയാണ് നടത്തുന്നത്. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് എന്ത് വികസനമാണ് നിലമ്പൂരിൽ ചെയ്തത് എന്ന് നാട്ടുകാരോട് വിശദീകരിക്കാനായിരിക്കും ഈ വികസന യാത്ര എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ വികസന യാത്ര നടത്തുമ്പോൾ ഞങ്ങൾക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ജാഥ പോകുമ്പോൾ ചെയർമാന്റെ വീടിന്റെ മുമ്പിലൂടെ മുമ്മുള്ളിക്കുള്ള മയ്യന്താണി മുമ്മുള്ളി റോഡിലൂടെ ഈ യാത്ര ഒന്ന് പോകണം എന്നൊരു അപേക്ഷ ഞങ്ങൾക്ക്. രണ്ടാമത്, ചെക്കാലക്കുത്ത് രാമംകുത്ത് വീട്ടിച്ചാൽ റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം. 3, പാടിക്കുന്ന് റോഡിലൂടെയും ഈ യാത്രയൊന്ന് പോകണം. 4, ചെയർമാന്റെ വാർഡായ ഈയമ്മയുടെ വാർഡ് വല്ലപ്പുഴയിൽ നിന്ന് തുടങ്ങി ഈയമ്മയുടെ വാർഡിലൂടെ പയ്യമ്പള്ളിയിലേക്കും കൂടി ഈ യാത്രയൊന്ന് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചൂരക്കുളം ഒന്ന് സന്ദർശിക്കണം എന്നൊരപേക്ഷയുണ്ട്. മാത്രമല്ല, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നായിരിക്കണം ഈ ജാഥ തുടങ്ങേണ്ടത്. കാരണം ബസ് സ്റ്റാൻഡ് ഇത്ര 1 കൊല്ലം കൊണ്ട് ബസ് സ്റ്റാൻഡ് പണിയാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണല്ലോ നിങ്ങൾ. അതുപോലെ തന്നെ ബംഗ്ലാംകുന്ന് റോഡിലൂടെയും ഈ ജാഥയൊന്ന് പോയാൽ കൊള്ളാം. കഴിഞ്ഞ 4 വർഷമായി വികസന മുരടിപ്പാണെന്നും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ലെന്നും കാണിച്ച് നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുന്നണിയിലെ 2ാം കക്ഷിയായ CPIയുടെ നേതാവ് തന്നെ LDF കൺവീനർക്ക് രേഖാമൂലം കത്ത് നൽകിയതിലൂടെ നഗരസഭയിൽ വികസന മുരടിപ്പുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. നഗരസഭയിലെ പ്രധാന റോഡുകൾ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. കരാറുകാരോട് നിർബന്ധിച്ച് കമ്മീഷൻ ആവശ്യപ്പെടുന്നതിനാൽ ടെൻഡറിൽ പങ്കെടുക്കുവാൻ കരാറുകാർ വരാത്ത അവസ്ഥയായി. നഗരസഭയുടെ കെടുകാര്യസ്ഥത കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുമരാമത്ത് പ്രവൃത്തിയിൽ മാത്രം 23% മാത്രമാണ് ഫണ്ട് ചിലവഴിക്കാനായത്. നഗരസഭാ ചെയർമാന്റെ വീടിന് മുൻപിലൂടെ പോകുന്ന ചന്തക്കുന്ന് മയ്യന്താനി റോഡും നഗരസഭാ ചെയർമാന്റെ ഡിവിഷനിലെ വല്ലപ്പുഴ പയ്യമ്പള്ളി ഈയമ്മട റോഡും നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നഗരസഭയുടെ മുൻവശത്ത് തുടങ്ങി ചക്കാലക്കുത്ത് മുതുകാട് രാമംകുത്ത് വീട്ടിച്ചാൽ റോഡ് നിരവധി വാർഡുകളെ ബന്ധിപ്പിക്കുന്നതായിട്ട് പോലും നാട്ടുകാർ പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടും കോറി മക്ക് പോലും ഇടാതെ വലിയ കുഴികളായി കിടക്കുകയാണ്. നഗരസഭയിലെ 80% റോഡിനും ഇതേ അവസ്ഥയാണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയാണ് നഗരസഭയുടെ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത്. ഇത് നാട്ടുകാരെ വെല്ലുവിളിക്കലും അവഹേളിക്കലുമാണ്. നഗരസഭയിൽ ഭൂരഹിതരായും ഭവനരഹിതരായും ഓരോ വാർഡിലും നിരവധി പാവങ്ങളുണ്ട്. ഇവർക്കായി 4 വർഷമായി നഗരസഭ 1 രൂപയുടെ ഫണ്ട് പോലും മാറ്റിവച്ചില്ല. UDF ഭരണസമിതികളുടെ കാലത്ത് നഗരസഭ ലോൺ എടുത്തും നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചും 1000 വീട് പദ്ധതിയും മറ്റ് ഭവന പദ്ധതികളിലൂടെയും പാവപ്പെട്ട സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും നൽകി. എന്നാൽ 4 കൊല്ലമായി നഗരസഭ ഇതിനായി ലോൺ എടുക്കുവാനോ ഫണ്ട് മാറ്റിവെക്കുവാനോ തയ്യാറായിട്ടില്ല. UDF ഭരണസമിതിയുടെ കാലത്ത് 2018 കാലപ്പഴക്കമുള്ള ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതിയ കെട്ടിടമുണ്ടാക്കുവാൻ തീരുമാനിച്ചു. ഇതിനാവശ്യമായ DPR ഉൾപ്പെടെ തയ്യാറാക്കി സർക്കാർ ഏജൻസിയിൽ നിന്നും ലോൺ എടുക്കുന്നതിന് കൗൺസിൽ ഏകകണ്ഠേന തീരുമാനവുമെടുത്ത് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പ്രളയവും പിന്നാലെ കോവിഡും പൊട്ടിപ്പുറപ്പെട്ടത്. അതിനാൽ പദ്ധതി മുന്നോട്ടു പോയില്ല.
പിന്നീട് 2020 നടന്ന തിരഞ്ഞെടുപ്പിൽ LDF ഭരണസമിതി വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഉഴപ്പി. അതിനുശേഷം സ്വകാര്യ വ്യക്തികൾക്ക് BOT അടിസ്ഥാനത്തിൽ നൽകി കമ്മീഷൻ അടിക്കാനായി ബോധപൂർവം നീട്ടിക്കൊണ്ടുപോയി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കൌൺസിലിലും പുറത്തും ശക്തമായി എതിർത്തതിന്റെ അടിസ്ഥാനത്തിൽ UDFന്റെ ലോൺ എടുക്കുക എന്ന തീരുമാനത്തിൽ ഈ ഭരണസമിതി എത്തി. 4 വർഷം പ്രായമുള്ളവരും സ്ത്രീകളും വിദ്യാർത്ഥികളും ഗർഭിണികളും അടക്കം വെയിലത്തും മഴയത്തും നിർത്തിയതിന്റെയും യാത്രക്കാർക്ക് മലമൂത്ര വിസർജനത്തിന് പോലും സൗകര്യമൊരുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനും നഗരസഭാ ചെയർമാനും കൂട്ടാളികളും മാപ്പു പറയണം. ഇന്നേവരെ ചന്തക്കുന്നിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കുവാൻ LDFന് കഴിഞ്ഞില്ല. തെരുവ് വിളക്കുകൾ ഒരു വാർഡിലും പുതുതായി സ്ഥാപിച്ചില്ല. ഉള്ള തെരുവ് വിളക്കുകൾ കെട്ടുകിടക്കുകയാണ്. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നഗരസഭ സമ്പൂർണ്ണ പരാജയമായി. മുതുകാട് ചൂരക്കുളം നവീകരണ പ്രവൃത്തിയുടെ പേരിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടും അഴിമതിയും നടത്തിയെന്ന് നാട്ടുകാർ തന്നെ വിജിലൻസിൽ പരാതി നൽകി. മയ്യംതാനിയിലുണ്ടാക്കിയ പകൽ വീടിന്റെ പേരിലും ലക്ഷങ്ങളുടെ പകൽക്കൊള്ള നടത്തിയതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. രാമംകുത്ത് അണ്ടർപാസും അപ്രോച്ച് റോഡിനും അബ്ദുൽ വഹാബ് MP 43 ലക്ഷം അനുവദിച്ച് പ്രവൃത്തി നടക്കുന്നതിന്റെയും വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുമെന്നറിയുന്നതിന്റെയും പിതൃത്വം നഗരസഭാ ചെയർമാനും കൂട്ടാളികളും ഏറ്റെടുത്തിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ജെറിയാട്രിക് വാർഡിന്റെയും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ തുടങ്ങിയ ഹെൽത്ത് സബ് സെന്ററും ഞങ്ങളുടേതാണെന്നാണ് അവകാശപ്പെടുന്നത്. നഗരസഭയുടെ അഴിമതികൾക്കും കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സമരം. UDF ചെയർമാൻ നാണിക്കുട്ടി കൂമ്പഞ്ചേരി അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, A. ഗോപിനാഥ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, ഷുഹൈബ് മുത്തു, ഡെയ്സി ചാക്കോ, AP റസിയ, ശ്രീജ വെട്ടത്താഴത്ത്, ആസിഫ് TMS, അജ്മൽ അണക്കായി, PP അയ്യൂബ്, PP നജീബ്, സിബിൽ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.